നമസ്കാരം. യോഗി ഡ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടയിലാണ് നടിയായ സായ് ധൻസികയും നടൻ വിശാലും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു എന്ന് അവർ തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തത്. അതിനുശേഷം 2025 ഓഗസ്റ്റ് 29 ഇരുവരും എൻഗേജ്ഡ് ആകുന്നു എന്നുള്ള വാർത്തയും വിശാൽ തന്നെയാണ് പുറത്തുവിട്ടത്. ട്വിറ്ററിൽ ഒരു പോസ്റ്റിലൂടെയാണ് വിശാൽ ആ ഒരു പോസ്റ്റ് ഇട്ടത്. പല ഇപ്പോൾ എൻഗേജ്മെൻറ്റ് റിങ്ങിൻ്റെ ഒരു ഫോട്ടോയും കുടുംബ ചിത്രവും വിശാലും ധൻസികയും ഒരുമിച്ചുള്ള ഒരു ചിത്രവും കൂടിയായിട്ടാണ് പോസ്റ്റ് ചെയ്തത്. ഇപ്പോഴിതാ ഈ വിവാഹം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 25 2025 ഓഗസ്റ്റ് 29 കഴിഞ്ഞ എൻഗേജ്മെൻറ്റ് ഇപ്പോൾ എന്തുകൊണ്ട് വിവാഹത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ള ചോദ്യത്തിലേക്ക് ധൻസികയോട് തന്നെ ചില മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഒരു അറിയിപ്പ് ധൻസിക തന്നെ പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ധൻസിക പറയുന്നത്, ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിശാലിന് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നടികർ സംഘത്തിൻ്റെ ബിൽഡിംഗ്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ വിവാഹത്തിലേക്ക് താല്പര്യം ഉണ്ടാവുകയുള്ളൂ. വിശാലിൻ്റെ ഒരുപാട് നാളായിട്ടുള്ള സ്വപ്നമാണ് ആ ഒരു കെട്ടിടം എന്ന് പറയുന്നത്. അപ്പോൾ ആ നടികർ സംഘത്തിൻ്റെ കെട്ടിടം പൂർണ്ണമായും അത് പണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിവാഹത്തിലേക്ക് കടക്കുകയുള്ളൂ എന്നത് സായ് ധൻസിക പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എൻഗേജ്മെൻറ്റ് സമയത്ത് തന്നെ ഇരുവരും നേരിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഇരുവരും തമ്മിലുള്ള ഏജ് ഡിഫറൻസിനെ കുറിച്ചാണ്. ഏകദേശം 10 വയസ്സോളം ഏജ് ഡിഫറൻസ് ഇരുവരും തമ്മിലുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക എന്നുള്ള ചോദ്യത്തിനും സായ് ധൻസിക മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് വേണ്ടത് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളെയാണ്. ആ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ തന്നെയാണ് ഞാൻ തേടുന്നത്, അതിലേക്ക് തന്നെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രായ വ്യത്യാസം ഞാൻ അങ്ങനെ ഒരു വലിയ കാരണമായിട്ട് കാണുന്നില്ല. ആ കാരണം ഞാൻ കാണുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിതിൽ ഓക്കെയാണ് എന്നതും കൂടി സായ് ധൻസിക പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇരുവരും തമ്മിൽ ഏകദേശം 15 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ബന്ധമുണ്ട്. ഇരുവരും 15 വർഷത്തോളം പരിചയമുണ്ട്. അതിനുശേഷം വിശാൽ തന്നെയാണ് തന്നെ പ്രപ്പോസ് ചെയ്തതെന്നും സായ് ധൻസിക ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകിയൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഈ എൻഗേജ്മെൻറ്റ് പോസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. വിശാൽ ഇട്ടത്: താങ്ക് യു ഓൾ ഡാർലിങ്സ് from every nook and corner of this universe for wishing and blessing me on my special birthday. Happy to share the good news of my engagement that happened today with സായ് ധൻസിക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ്. അത് ഓഗസ്റ്റ് 29 കേട്ടോ. അതിനുശേഷമാണ് പിന്നാലെ വിശാലും സായ് ധൻസികയും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഈ വിവാഹം വൈകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. അതിനിടയിൽ തന്നെ പല റൂമേഴ്സും പല മീഡിയയിൽ നിന്നുള്ള വാർത്തകൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇരുവരും തമ്മിൽ ബ്രേക്കപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പല വാർത്തകളും വന്നിരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ റിപ്പോർട്ട്സ് വന്നിരുന്ന ഒരു സമയത്ത് എന്ന് പറയുന്നത് ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. അതിനുശേഷം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇരുവരും തമ്മിൽ ഈ എൻഗേജ്മെൻറ്റ് നടന്നെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് മാരേജിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നില്ല എന്നതും കൂടി അപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ വാർത്തകളൊക്കെ പൂർണ്ണമായും തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം വെറും 6 മാസങ്ങളാണ് ഈ എൻഗേജ്മെൻറ്റിന് ശേഷം ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. ആ വിവാഹ തീയതി എന്നാണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പണിപ്പുരയിൽ നിൽക്കുന്നതും. അല്ലാതെ തങ്ങളുടെ ബന്ധത്തിന് ഒരു തരത്തിലുമുള്ള കോട്ടം സംഭവിച്ചിട്ടില്ല എന്നതുമാണ് സായ് ധൻസിക പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, വിവാഹം അവരുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രം എടുക്കുന്ന ഒരു കാര്യമാണ്. അത് എന്ന് തന്നെയായാൽ പോലും ഇറ്റ്സ് അപ് ടു ദെയർ വിഷ്. അതേ രീതിയിൽ തന്നെയാണ് അവരുടെ ലൈഫും പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫും മുന്നോട്ട് പോകുന്നത്. രണ്ടുപേരും ബിസിയാണ്. വിശാലിൻ്റെ സിനിമകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. സായ് ധൻസിക ഒരു ഘട്ടത്തിൽ വളരെയധികം തിരക്ക് പിടിച്ചൊരു നായികയായിരുന്നു. പിന്നീട് സായ് ധൻസിക തന്നെ തൻ്റെ സിനിമകളുടെ എണ്ണങ്ങൾ കുറയ്ക്കുന്നൊരു സാധ്യതയും കണ്ടു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. രണ്ടുപേരും പ്രധാനപ്പെട്ട, വിശാലാവട്ടെ അവിടെ പ്രധാനപ്പെട്ട ഒരു നായക നടനാണ്, അവിടുത്തെ സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ആണ് വിശാലിൻ്റെ കരിയറും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിലാണ് ഇതുപോലെയുള്ള പല റൂമേഴ്സ് ഇരുവരുമായിട്ട് ബന്ധപ്പെട്ടും സ്പ്രെഡായി കിടക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് എന്ന രീതിയിൽ അങ്ങനത്തെ റൂമേഴ്സ് എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈലൻസുകൾ തന്നെ പൊളിച്ചെഴുതിക്കൊണ്ട് സായ് ഇപ്പോൾ ഈ ഒരു അഭിമുഖത്തിൽ എല്ലാം തുറന്നു പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.